ഹായ് ഡിയേഴ്സ്. അതെ, ഞാൻ പൂരങ്ങളുടെ പൂരമായി തൃശ്ശൂർ പൂരത്തിന് പോകാൻ വേണ്ടി റെഡി ആയതാണ്. ഇതൊന്നും കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ ഇപ്പോൾ വന്നത്, വേറൊരു ഐറ്റം കാണിച്ചു തരാനാണ്. ഇത് ഇന്നലെ എൻ്റെ കയ്യിൽ കിട്ടുമ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്നേ. ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടോട്ടെ. നല്ല അടിപൊളി ഒരു ടോട്ട് ബാഗ് ആണ് കേട്ടോ. ആകെ ഈ ഒരു വലിയ സിബ് മാത്രമേ ഉള്ളൂ, പക്ഷേ ഉള്ളിൽ വേറെ 2 ചെറിയ കമ്പാർട്ട്മെൻറ്റും കൂടിയുണ്ട്. മൊബൈൽ ഫോണും അത്യാവശ്യം ചില്ലറ പൈസയൊക്കെ ഇടാൻ പറ്റിയത്, പക്ഷേ ഉള്ളിൽ നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ. പിന്നെ ഇതിങ്ങനെ നീളത്തിലിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെൽറ്റും കൂടി ഉണ്ട്. അത്യാവശ്യം നമുക്കിങ്ങനെ കയ്യിൽ തൂക്കിയിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഇതിങ്ങനെ തൂക്കിയിട്ട് നമുക്കിങ്ങനെ തൂക്കി പിടിച്ച് പോകാനൊക്കെ പറ്റും കേട്ടോ. നല്ല അടിപൊളി ബാഗാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. കളറിൽ മാത്രമേ ഉള്ളൂ എനിക്കൊരു പേടി, കാരണം വൈറ്റ് കളർ ആയതുകൊണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. തുടച്ചാലും മഴക്കൊക്കെ പോകുമെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാവേ. പിന്നെ നമ്മുടെ കാര്യത്തിലേക്ക് വരാവേ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോകാൻ വേണ്ടി ഇറങ്ങി. ഇത് നമ്മുടെ കുട്ടികളില്ല, കുട്ടികൾ ഓൾറെഡി തൃശ്ശൂരാണല്ലോ. അപ്പം ഞങ്ങളിതാ തൃശ്ശൂർ എത്തിയ സമയത്ത് ഒരു ബേക്കറിയിൽ കയറി പിള്ളേർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ ഇതാ ഫ്ലാറ്റിലോട്ട് എത്തിയേ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ മുതൽ അച്ചുട്ടിയുടെ കണ്ണ ബാഗിലോട്ടായിരുന്നു, കാരണം അച്ചുട്ടി ഇല്ലാത്ത സമയത്താണല്ലോ ബാഗ് അവിടെ എത്തിയത്. പിന്നെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യലായിരുന്നു, ഇത് ഏതാണ്, ഇത് എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ അത് കൊണ്ടുപോയിട്ട് അമ്മീനെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കലൊക്കെ ആയിരുന്നേ. ഞങ്ങൾ ചെന്ന സമയത്ത് ചെക്കന്മാരൊന്നും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല, നല്ല ഉറക്കായിരുന്നു. ഞാൻ പോയി വിളിച്ചപ്പോഴാട്ടോ എഴുന്നേറ്റത്. പിന്നെ ദേവുട്ടിക്ക് ഏട്ടനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം മസാജ് ചെയ്ത് കൊടുക്കണം. നിങ്ങളവിടെ മസാജ് ചെയ്തിരുന്നോ? എനിക്ക് വിശക്കുന്നെന്നും പറഞ്ഞ് ഞാൻ ഇഡലിയെ കഴിക്കാൻ പോയിട്ടോ. അങ്ങനെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇന്ദുവേച്ചിയും കുട്ടികളും എത്തിയത്. അങ്ങനെ ഞങ്ങളിതാ ബാക്കിയുള്ളവരെല്ലാവരും വന്നിട്ട് ഇങ്ങനെ വട്ടം ഇരുന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. വിശേഷങ്ങളൊന്നും തീർന്നിട്ടില്ല, ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.